ശബരിമല ഉത്സവം ഇന്ന് മൂന്നാം ദിവസം. രാവിലെ 10:30 ഉത്സവ ബലി ചടങ്ങുകൾ തുടങ്ങും. ഉത്സവ ബലി ചടങ്ങുകളുടെ സമയത്ത് ഭക്തർക്ക് ദർശനമുണ്ടാകില്ല. വൈകിട്ട് പടിപൂജയും ശ്രീഭൂത ബലിയുമുണ്ട്. നട തുറന്ന ആദ്യ 3 ദിവസങ്ങളിൽ തിരക്ക് കുറവായതിനാൽ ഭക്തർക്ക് സുഗമമായ ദർശനമാണ് അവിടെ ലഭിക്കുന്നതും. 11-ാം തീയതി പമ്പയിൽ ആറാട്ടോടുകൂടിയാണ് ഉത്സവം സമാപിക്കുക. ശബരിമല തിരുവോത്സവം മൂന്നാം ദിവസമായ ഇന്ന് രാവിലെ ഉത്സവബലി രാവിലെ 10:30 തുടങ്ങും. ഉത്സവബലി സമയത്ത് ഭക്തർക്ക് ദർശനം ഉണ്ടാവുകയില്ല. 3 മണിക്കൂറോളം സമയമാണ് ഉത്സവബലി ചടങ്ങുകൾ ഉള്ളത്. ഈ സമയത്ത് എത്തുന്ന ഭക്തജനങ്ങളെ നടപ്പന്തലിലേക്കും ഫ്ലൈ ഓവറിലേക്കും മാറ്റും. ഭക്തജനങ്ങൾക്ക് കാത്തിരുന്നതിന് ശേഷം വൈകിട്ട് നട തുറക്കുമ്പോഴായിരിക്കും പിന്നീട് ദർശനം സാധ്യമാവുകയുള്ളൂ. വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. വൈകിട്ട് 6:30 ദീപാരാധന, തുടർന്ന് പടിപൂജയുണ്ട്, മുളപൂജ, അത്താഴപൂജ, ശ്രീഭൂതബലി തുടങ്ങിയവയാണ് വൈകിട്ടത്തെ ചടങ്ങുകൾ. ശ്രീഭൂതബലി സമയത്തും പടിപൂജ സമയത്തും ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുകയില്ല. തിരക്ക് കുറവാണ്. രാവിലെ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്കും സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. 8775 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. നട തുറന്ന ഏപ്രിൽ 1-ാം തീയതി മുതൽ ഭക്തർ കുറവായതുകൊണ്ട് തന്നെ സുഗമമായ ദർശനം ഈ 3 ദിവസങ്ങളിലും എത്തിയ ഭക്തർക്ക് സാധ്യമാകുന്നുണ്ട്. സാവധാനം 18-ാം പടി കയറി തിരക്കൊന്നും കൂടാതെ പരമാവധി സമയം അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനുള്ള അവസരമാണ് നട തുറന്ന ദിവസം മുതൽ ഇന്ന് വരെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സാധ്യമായത്. ഇനി ഏപ്രിൽ 10-ന് ശേഷം വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ തിരക്ക് ഉണ്ടാകുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. ഈ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായതായി ദേവസ്വം ബോർഡ് അറിയിക്കുന്നു. വിവിധ വിഭാഗങ്ങളോട് കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്താൻ ഈ ദിവസങ്ങളിൽ വിഷു അനുബന്ധിച്ച ദിവസങ്ങളിൽ തയ്യാറെടുപ്പുകൾ ക്രമീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിലും ഉത്സവ സമയത്ത് തിരക്ക് കുറവ് അനുഭവപ്പെടുന്ന ദിവസങ്ങളാകും. ചടങ്ങുകൾക്കാണ് പ്രാധാന്യം. ചടങ്ങുകളുടെ ഭാഗമായി കൂടുതൽ സമയം ദർശനം ഉണ്ടാവുകയില്ല. ഭക്തർക്ക് ദർശനത്തിന് ക്രമീകരണം ഒക്കെയുണ്ട്. ഉത്സവബലി സമയത്തും വൈകിട്ട് നട തുറക്കുമ്പോൾ ശ്രീഭൂതബലി, പടിപൂജ സമയത്തുമൊക്കെ ദർശനം ഭക്തർക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ, ഉത്സവ ദിവസങ്ങളിൽ മുൻ വർഷങ്ങളിലും തിരക്ക് കുറവായിരുന്നു. അതേ തിരക്ക് കുറഞ്ഞ സാഹചര്യം തന്നെയാണ് ഈ ഉത്സവകാലത്തും ആദ്യ ദിവസങ്ങളിൽ ഉള്ളത്. ഇനി മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാനമായ തിരക്ക് അനുഭവപ്പെടുക വിഷു കാലത്താണ്. വിഷുക്കണി ദർശനവുമൊക്കെ തൊഴുന്നതിന് വേണ്ടി അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളടക്കം ധാരാളം ഭക്തജനങ്ങൾ വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് എത്തും. ഏപ്രിൽ 18-ാം തീയതിയാണ് മേടമാസ വിഷു പൂജകളെല്ലാം പൂർത്തിയാക്കി നടയടയ്ക്കുന്നത്. ഇനിയുള്ള പ്രധാനപ്പെട്ട ചടങ്ങ് ഉത്സവബലി ചടങ്ങുകൾ ഇന്നലെ മുതൽ ആരംഭിച്ചു. പള്ളിവേട്ട വരെയുള്ള ദിവസങ്ങളിൽ ഉത്സവബലി ഉണ്ട്. പള്ളിവേട്ട 10-ാം തീയതി രാത്രി 9 മണിക്ക് ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത്. 11-ാം തീയതി പമ്പയിൽ ആറാട്ട്. 11-ാം തീയതി രാവിലെ 11 മണിക്കാണ് ആറാട്ട്. വൈകിട്ട് 4 മണി വരെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ അയ്യപ്പസ്വാമിയെ എഴുന്നള്ളിച്ചിരുത്തും. പിന്നീട് ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തുമ്പോൾ കൊടിയിറങ്ങും. വിഷുപൂജകൾ തുടർച്ചയായി ഉള്ളതുകൊണ്ട് 12-ാം തീയതി നട തുറന്ന് 18-ാം തീയതി വിഷുപൂജകളെല്ലാം പൂർത്തിയാക്കി നട അടയ്ക്കും. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി.